നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീകലയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ മുഖ്യപ്രതിയും ഭർത്താവുമായ അനിൽകുമാറിനെ ഇസ്രയേലിൽ നിന്നും തിരികെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ച പോലീസ് ഇന്റർപോളിന് വിവരങ്ങൾ കൈമാറിയതായി പോലീസ് അറിയിച്ചു. കേസിൽ 4 പ്രതികളെന്ന് പോലീസ് കണ്ടെത്തൽ. 3 പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി. അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർ 4 പേരും ചേർന്ന് 15 വർഷം മുമ്പ് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം. വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയുടെ മൃതദേഹം കണ്ടെന്ന് നിർണായക സാക്ഷിമൊഴിയും ലഭിച്ചിട്ടുണ്ട്. അനിലിന്റെ അയൽവാസി സുരേഷ് കുമാറിനെ മുഖ്യ സാക്ഷിയാക്കിയുള്ള പോലീസ് നീക്കമാണ് പ്രതികളെ കുഴുക്കുന്നതിൽ നിർണായകമായത്. കൂട്ടുപ്രതികൾക്കൊപ്പം കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ച ഒന്നാം പ്രതി അനിൽ തെളിവ് നശിപ്പിക്കാൻ മൃതദേഹം പിന്നീട് ആരും അറിയാതെ അവിടെ നിന്ന് മാറ്റിയെന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകും. ഭർത്താവ് ഇരമത്തൂർ കണ്ണമ്പിൾ അനിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കലയുടെ മൃതദേഹം ഇട്ടെന്ന് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലോക്കറ്റ്, ഹെയർ ക്ലിപ്പ്, വസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എന്നിവ കിട്ടിയിരുന്നു. എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല. കൂട്ടുപ്രതികൾക്കും സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം ഉപേക്ഷിച്ചതുവരെയുള്ള കാര്യങ്ങളെ അറിയും. ഒന്നാം പ്രതിയായ അനിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് മറ്റെവിടേക്കോ മാറ്റിയതായി പോലീസ് സംശയിക്കാൻ കാരണം ഇതാണ്. കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് സംശയിച്ച് അനിൽ മറ്റു പ്രതികളെയും കൂട്ടി വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം പ്രതികൾ കാറിൽ കൊണ്ടുപോയി എവിടെയോ മറവ് ചെയ്തു തെളിവ് നശിപ്പിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്. കലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് യുവതിയുടെ തുടയലോ കൈകാലുകളോ അസ്ഥികളോ തലയോട്ടിയോ ലഭിച്ചിട്ടില്ല. ഇവ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കലയുടെ ഭർത്താവും കേസിലെ ഒന്നാം പ്രതിയുമായ അനിലിന്റെ വീടിന് സമീപമുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും നിർമ്മാണങ്ങൾ ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കും. കൊലപാതകത്തിൽ അനിലിന്റെ വീട്ടുകാർക്കും പങ്കുണ്ടെന്നാണ് കലയുടെ ബന്ധുക്കളുടെ വാദം. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് കലയുടെ സഹോദരൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മൃതദേഹം മറവു ചെയ്ത സ്ഥലവും അതിനെ സഹായിച്ചവരെയും കണ്ടെത്താൻ അനിലിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. മൃതദേഹം ഒളിപ്പിച്ചെന്ന് സംശയിക്കുന്ന അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് 15 വർഷത്തിനിടെ 2 തവണ വൃത്തിയാക്കിയതായി കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് സൂചന ലഭിച്ചിരുന്നു. ടാങ്കിലെ അവശിഷ്ടങ്ങൾ എവിടെയാണ് മറവു ചെയ്തതെന്ന് കണ്ടെത്തുകയാണ് ഇനിയുള്ള വെല്ലുവിളി. അതിനിടെ കലയും ഭർത്താവ് അനിലും ആദ്യം വാടകയ്ക്ക് താമസിച്ച വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കണമെന്ന് സഹോദരൻ ആവശ്യപ്പെട്ടു. കല മറ്റൊരാൾക്കൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അനിലും വീട്ടുകാരും ഞങ്ങളെ വിശ്വസിപ്പിച്ചു. അനിൽ പണം നൽകി മറ്റും ഞങ്ങളെ സഹായിച്ചത് സംശയം തോന്നാതിരിക്കാനാണ്. ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ കർമ്മങ്ങൾക്കും മറ്റു പണം ചെലവിട്ടത് അനിലാണ്. അച്ഛൻ മരിക്കുമ്പോൾ കലയില്ല. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും വന്നേനെ. കലയും അനിലും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ അച്ഛൻ നൽകിയ പണം കൊണ്ടുവാങ്ങിയ 12 പവൻ സ്വർണ്ണമിട്ടാണ് അനിൽ അങ്കോളയിലേക്ക് ജോലിക്ക് പോയതെന്നും കലയുടെ സഹോദരൻ പറയുന്നു. പിന്നീട് അതിലും കൂടുതൽ സ്വർണം അനിൽ കലയ്ക്ക് വാങ്ങിക്കൊടുത്തു. അനിൽ വിദേശത്ത് പോയ ശേഷമാണ് കലയിൽ അനിലിന്റെ വീട്ടുകാർ സ്വഭാവ ദൂഷ്യം ആരോപിച്ചതും കലയെ കാണാതായതും. അനിൽ നാട്ടിലെത്തുമ്പോൾ പോലീസ് സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹോദരൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.